ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹിന്ദി മീഡിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ മുമ്പ് പഠിച്ചു. ഈ രണ്ടാമത്തെ പാഠം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ലോകകഥ ഷാഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ. അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും? ഇതാണ് പാഠത്തിൻ്റെ പേര്. ലോകകഥയാണ്, ഒരു നാടോടി കഥയാണ്. ഇത് എഴുതിയ ആളെ നമുക്കറിഞ്ഞുകൂടാ, ഇത് എഴുതിയ ആളുണ്ടാവില്ല. നാടോടി കഥ എന്ന് പറയുമ്പോൾ നാട്ടിൽ പ്രചരിക്കുന്ന കഥ എന്നർത്ഥം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഷാഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ. അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും? शाहनशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. ഷാഹൻഷാ അക്ബർ ചക്രവർത്തി ഗംഭീർ ചർച്ചാമേ മഗ്ന, ഗൗരവമേറിയ ചർച്ചയിൽ മുഴുകിയ വിദ്വാനോ കെ, പണ്ഡിതന്മാരുടെ, ഏക് സമൂഹ കോ ദേഖ് രഹേ ഥേ, ഒരു കൂട്ടം പണ്ഡിതന്മാരെ നോക്കുകയായിരുന്നു. വേ, അദ്ദേഹം, ബീർബൽ കി ഓർ മുഡ്കർ പോലെ, ബീർബലിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ ദേഖ് രഹേ ഥേ, ബീർബൽ മുഡ്കർ പോലെ എന്നൊക്കെ പറയാൻ കാരണം അക്ബർ ചക്രവർത്തിയെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഏകവചനമാണ്. അപ്പോൾ ദേഖ് രഹാ ഥ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? മുതിർന്നവരെയും രാജാവിനെയും അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് പ്ലൂരലായിക്കൊണ്ടാണ് പറയുക, അല്ലെ? അച്ഛനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുക. അതുപോലെ തന്നെ രാജാവിനെയും. സമൂഹക്കോ ദേഖ് രഹേ ഥേ, രാജാവ് ആ ഗംഭീരമായ ചർച്ച, അതായത് ഗൗരവമേറിയ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തെ നോക്കിക്കാണുകയായിരുന്നു. വേ, അദ്ദേഹം, ബീർബൽ കി ഓർ, ബീർബലിന് നേരെ, മുഡ്കർ പോലെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ബീർബൽ, മേ ബഹുത് ചതുർ നഹി ഹൂം, ഞാൻ അത്ര വലിയ സമർത്ഥനൊന്നുമല്ല. ബീർബൽ, മേ, ഞാൻ, ബഹുത് ചതുർ നഹി ഹൂം, അത്ര വലിയ സമർത്ഥനൊന്നുമല്ല. ബഹുത് സി ഐസി ചീസേ ഹേ, അത്ര ഒരുപാട് ഐസി, അതുപോലുള്ള ചീസേ ഹേ, വസ്തുക്കളുണ്ട്. ജിൻകെ ബാരെ മേ നഹി ജാൻത, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ, ഞാൻ, ഹർ ചീസ് കോ സീഖ്നാ ചാഹത്താ ഹൂം, എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൽ സേ, നാളെ മുതൽ, മേരി പഠായി ശുരു ഹോ, ഇസ്കാ ഇന്തസാം കരോ. നാളെ മുതൽ, കൽ സേ, നാളെ മുതൽ, മേരി, എൻ്റെ, പഠായി, പഠനം, ശുരു ഹോ, തുടങ്ങാം, ഇസ്ക, ഇതിനുള്ള, ഇന്തസാം കരോ, ഏർപ്പാടുകൾ ചെയ്യൂ എന്ന് രാജാവ് മന്ത്രിയോട്, അതായത് ബീർബലിനോട് കൽപ്പിച്ചു. അഗലി സുബഹ്, പിറ്റേന്ന് രാവിലെ, അടുത്ത ദിവസം രാവിലെ, പ്രഭാതത്തിൽ, ജബ് ഷാഹൻഷാനെ ദർബാർ മേ പ്രവേശ് കിയാ തോ, അടുത്ത ദിവസം രാവിലെ ഷഹൻഷാ, ചക്രവർത്തി, ദർബാർ മേ, രാജസദസ്സിൽ, പ്രവേശ് കിയാ തോ, പ്രവേശിച്ചപ്പോൾ, ഉൻകാ സ്വാഗതേക്ക് വിചിത്ര ദൃശ്യലേക്കിയ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഒരു വിചിത്ര ദൃശ്യമായിരുന്നു. ഒരു വിചിത്രമായ ദൃശ്യമാണ്, ഒരു കാഴ്ചയാണ് അദ്ദേഹത്തെ രാജസദസ്സിൽ സ്വാഗതം ചെയ്തത്. ദർബാർ, രാജസദസ്, തരഹ് തരഹ് കെ ലോഗോ സെ ഭരാ ഹുവാ ഥ, പല പല ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു രാജസദസ്. ദർബാർ തരഹ് തരഹ് കെ ലോഗോ സെ ഭരാ ഹുവാ ഥ, തരഹ് തരഹ് കെ, പലതരത്തിലുള്ള, ലോഗോസെ, ആളുകളാൽ, ഭരാ ഹുവാ ഥ, നിറഞ്ഞിട്ടുണ്ടായിരുന്നു ദർബാർ, രാജസദസ്. വഹാ, അവിടെ, ബച്ചെ, കുട്ടികളുണ്ട്, ഓർ ബുസുർഗ് ഥേ, മുതിർന്നവർ, വലിയ ആളുകൾ ഉണ്ട്, ഗൃഹിണിയാം, വീട്ടമ്മമാർ, ഓർ ധോബിനെ ഥി, അലക്കുകാരികളുണ്ട്, കിസാൻ, കർഷകരുണ്ട്, ഓർ കച്ചറ ബീന്നെ വാലേ ഥേ, മാലിന്യം പെറുക്കുന്നവരുണ്ട്, ദുക്കാൻദാർ, കട നടത്തുന്നവരുണ്ട്, ഓർ ലിപിക് ഥേ, ഗുമസ്തന്മാരുമുണ്ട്, അഥവാ ക്ലർക്ക്മാർ. മൂർഖ്, വിഡ്ഢികളുണ്ട്, ഓർ ജ്ഞാനി ഥേ, പണ്ഡിതന്മാരുമുണ്ട്, അറിവുള്ളവരുമുണ്ട്. ഓർ ഭീ ന ജാനെ കിത്നി തരഹ് കെ ലോഗ് ഥേ, പിന്നെയും അറിയില്ല, അത്രയധികം പല പല തരത്തിലുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഇൻ സബ് കാ ക്യാ മത്ലബ് ഹൈ, എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഇൻ സബ് കാ ക്യാ മത്ലബ് ഹൈ, ഇൻ സബ് കാ, ഇതിൻ്റെ എല്ലാം, ക്യാ മത്ലബ് ഹൈ, എന്താണ് അർത്ഥം? ഷാഹൻഷാ ഗർജെ, ചക്രവർത്തി ഗർജിച്ചു, അലറി. मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके
और तुम मेरा महल राज्य की आधी जनता से भर दिया. अब जवाब दो. मैंने ഞാൻ തുംസെ നിന്നോട് ऐसे लोगों को അങ്ങനെയുള്ള ആളുകളെയാണ് ലാനെ के लिए कहा था കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത്. ജോ എങ്ങനെയുള്ള മുझे कुछ सिखा सके എന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഓർ എന്നിട്ട് തുമ്നെ മേരാ മഹൽ എന്നിട്ട് നീ എൻ്റെ കൊട്ടാരം രാജ്യക്ക് ആധി ജനതാസെ ഭർ ദിയ രാജ്യത്തെ പകുതി ജനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണോ എൻ്റെ കൊട്ടാരം. അബ് ജവാബ് ദോ. ഇപ്പോൾ മറുപടി തരൂ, എനിക്ക് ഇപ്പോൾ ഉത്തരം തരൂ. മാഫി ചാഹത്താ ഹും ജഹാംപന. എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം ജഹാംപന. ലോകപരിപാലകൻ എന്നൊക്കെയാണ് ജഹാംപന എന്നതിൻ്റെ അർത്ഥം. ഇവിടെ രാജൻ എന്ന് തന്നെ. മഹാരാജൻ എന്നോട് പൊറുക്കണം. മേനേത്തോ ബസ് ഞാൻ ഇത് മാത്രമാണ് ചെയ്തത്. ആപ്കെ ആദേശോ കാ പാലൻ കിയാ ഹെ. ഞാൻ താങ്കളുടെ കൽപ്പനകൾ പാലിക്കുകയായിരുന്നു. താങ്കൾ എന്നോട് കൽപ്പിച്ചത് നിറവേറ്റുകയാണ് ഞാൻ ചെയ്തത്. ബീർബലിനെ ജവാബ് ദിയ. ബീർബൽ മറുപടി പറഞ്ഞു. ഗുസ്താഖി മാഫ് ഹോ. അപരാധം പൊറുത്താലും മഹാരാജൻ. പക്ഷേ ക്യാ ജഹാംപന രേത്ത് മേ ഖണ്ഡോ ഖേൽക്കർ അപ്ന മനോരഞ്ജൻ കർണ ജാനത്തെ ഹെ. മഹാരാജൻ താങ്കൾക്ക് രേത്തുമേ മണലിൽ ഖണ്ഡോ ഖേൽക്കർ മണിക്കൂറുകളോളം കളിച്ചുകൊണ്ട് അപ്ന തൻ്റെ മനോരഞ്ജൻ കർണ ജാനത്തെ ഹെ തൻ്റെ വിനോദം നടത്താൻ താങ്കൾക്ക് സാധ്യമാണോ? മനോവിനോദം നടത്താൻ താങ്കൾക്കാകുമോ? താങ്കൾക്കറിയാമോ? അടുത്ത പേജിലേക്ക് നോക്കാം. നഹി പർ ഉസ്സെ ക്യാ. അറിയില്ല, അതിനെന്താ? ഷഹർഷ ബൗഖ്ലഗെ. ചക്രവർത്തി ഗർജിച്ചു, ക്രുദ്ധനായിക്കൊണ്ട് പറഞ്ഞു. ക്യാ ആപ് കിസി ഗരീബ് ആദ്മി കി ആംദനി മേ ഘർ ചലാ സക്തേ ഹെ. താങ്കൾക്ക് ഏതെങ്കിലും ദരിദ്രനായ ആപ്പ് കിസി ഏതെങ്കിലും താങ്കൾക്ക് കിസി ഏതെങ്കിലും ഗരീബ് ആദ്മിക്ക് ഏതെങ്കിലും ദരിദ്രനായ ഒരാളുടെ ആംദനീമേ വരുമാനം കൊണ്ട് ഘർ ചലാ സക്തേ ഹെ വീട്ടിലെ ചെലവ് നടത്താനാകുമോ? അറിയാമോ? യാ അല്ലെങ്കിൽ ക്യാ ആപ് ജാനത്തെ ഹെ കി കപ്പടോ സെ ദാഗ് കൈസെ ഹട്ടായ ജാതാ ഹെ. അല്ലെങ്കിൽ ക്യാ ആപ് ജാനത്തെ ഹെ താങ്കൾക്കറിയാമോ കി എന്തെന്നാൽ കപ്പടോ സെ വസ്ത്രങ്ങളിൽ നിന്നും ദാഗ് കറ കൈസെ ഹട്ടായ ജാതാ ഹെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് താങ്കൾക്കറിയാമോ? കത്തഈ നഹി ഒരിക്കലുമില്ല. ഷഹൻഷാ അക്ബറിനെ ജവാബ് ദിയ. അക്ബർ ചക്രവർത്തി മറുപടി പറഞ്ഞു. ക്യാ ജഹാംപന യേ ജാനത്തെ ഹെ. മഹാരാജൻ താങ്കൾക്ക് ഇതറിയാമോ? कि बुआई कब करनी है और फसल को पानी कब देना है. വിത എപ്പോഴാണ് നടത്തേണ്ടതെന്ന്, എപ്പോഴാണ് വിത്ത് വിതയ്ക്കേണ്ടതെന്നും ഓർ ഫസൽക്കോ വിളകൾക്ക് പാനി കബ് ദേനാ ഹെ വെള്ളം കൊടുക്കേണ്ടത്, വിളകൾ നനയ്ക്കേണ്ടത് എപ്പോഴാണെന്ന് താങ്കൾക്കറിയാമോ? യാ അല്ലെങ്കിൽ കച്ചറമേസെ ഉപയോഗി ചീസോക്കോ കൈസെ ഛാട്ടനാ ഹെ. കച്ചറമേസെ മാലിന്യത്തിൽ നിന്നും ഉപയോഗി ചീസോ ആവശ്യമുള്ള വസ്തുക്കൾക്കോ കൈസെ ഛാട്ടനാ ഹെ അതിൽ നിന്നും എങ്ങനെയാണ് വേർതിരിച്ചെടുക്കേണ്ടതെന്ന് താങ്കൾക്കറിയാമോ? യാ അല്ലെങ്കിൽ കഹാ ഹരേ ഭരേ ചരാഗാഹ് ഹെ. അല്ലെങ്കിൽ എവിടെയാണ് ഹരേ ഭരേ പച്ച നിറഞ്ഞ ചരാഗാഹ് മേച്ചിൽ സ്ഥലങ്ങൾ ഹെ എവിടെയാണ് ഉള്ളതെന്ന് താങ്കൾക്കറിയാമോ? യാ അല്ലെങ്കിൽ ഹമാരി ഫസലോ കെ ബഢിയാ ദാം കഹാ മിലേങ്കെ. അല്ലെങ്കിൽ ഹമാരി നമ്മുടെ ഫസലോ കെ വിളവുകൾക്ക് ബഢിയാ ദാം ഏറ്റവും വില കൂടുതൽ കഹാ മിലേങ്കി എവിടെയാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുക എന്ന് താങ്കൾക്കറിയാമോ? യാ അല്ലെങ്കിൽ കിസി ശബ്ദക്കോ ഏതെങ്കിലും വാക്കുകളെ ഇത്തനെ ഖൂബ്സൂരത്തി സെ ഇത്ര മനോഹരമായി കൈസെ ലിഖെ എങ്ങനെ എഴുതാം കി വോ ചിത്ര ജൈസാ ലഗെ അത് ചിത്രം പോലെ മനോഹരമായി ചില വാക്കുകളെ മനോഹരമായി എഴുതുവാൻ താങ്കൾക്കറിയാമോ? നഹി നഹി നഹി. ഇല്ല ഇല്ല ഇല്ല. ഹസാർ ബാർ നഹി. 1000 തവണ ഞാൻ പറയുന്നു എനിക്കറിയില്ല. അക്ബർ ഗുസ്സെ സെ ലാൽ പീലെ ഹോക്കർ ചില്ലായെ. അക്ബർ ചക്രവർത്തി ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തുകൊണ്ട് അലറി. ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു എന്നൊക്കെ നമ്മൾ പറയും. ലാൽ പീലെ എന്ന് പറഞ്ഞാൽ ചുവപ്പ് മഞ്ഞ എന്നാണ്. പക്ഷേ അത് ഹിന്ദിയിലൊരു പ്രയോഗമാണ്. ഗുസ്സെ ലാൽ പീലെ ഹോക്കർ ചില്ലായെ. ദേഷ്യം കൊണ്ട് ചുവന്നുകൊണ്ട് അദ്ദേഹം അലറി എന്നാണ്. അതായത് ക്രുദ്ധനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ
മനസ്സിലാക്കേണ്ടത്. തബ് ജഹാംപന, അപ്പോൾ ചക്രവർത്തി ബീർബലിനെ ശാന്തി സെ കഹ, ശാന്തനായിക്കൊണ്ട് ബീർബൽ പറഞ്ഞു, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ. അപ്പോൾ ഇസ് ദർബാർ മേ, ഈ രാജസദസ്സിൽ മൗജൂദ്, ഹാജരായിട്ടുള്ള, സന്നിഹിതരായിട്ടുള്ള ഹർ ശഖ്സ്, ഓരോ വ്യക്തിക്കും ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ, താങ്കളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. ഹരേക്ക് ഐസാ കുച്ച് ജാൻതാ ഹൈ ജോ ദൂസരോं को नहीं पता है. ഹരേക്ക്, ഓരോ വ്യക്തിക്കും, ഐസ, അങ്ങനെയുള്ള, കുച്ച് ജാൻതാ ഹൈ, ചില കാര്യങ്ങൾ അറിയാം, ജോ, ഇങ്ങനെയുള്ള, ദൂസരോं को नहीं पता है, മറ്റുള്ളവർക്കറിയാത്ത ചില കാര്യങ്ങൾ ഓരോരുത്തർക്കും അറിയാം. പ്രത്യേക കെ പാസ് കുച്ച് ഹുനർ ഹെ, ഈ ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. കുച്ച് ജ്ഞാൻ ഹെ, ചില അറിവുകളുണ്ട്. ദിൽ യാ ദിമാഗ് കി കൊയ് ഖാസിയത്ത് ഹെ, ദിൽ യാ ദിമാഗ്, മാനസികമായും അല്ലെങ്കിൽ ദിമാഗ് കി, ബുദ്ധിപരമായ, കൊയ് ഖാസിയത്ത് ഹെ, ചില സവിശേഷതകളുണ്ട്. തോ സഭി ശിക്ഷക് ഭി ഹെ ഓർ വിദ്യാർത്ഥി ഭി ഹെ, അതുകൊണ്ട് സഭി, എല്ലാവരും, ശിക്ഷക് ഭി ഹെ, അധ്യാപകരുമാണ്, ഓർ വിദ്യാർത്ഥി ഭി, അതോടൊപ്പം വിദ്യാർത്ഥികളുമാണ്. ഷഹൻഷാ സമജ് ഗേ, അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി. കി, എന്തെന്നാൽ, ബീർബൽ കെ കഹനെ കാ ക്യാ മത്ലബ് ഹെ, ബീർബൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി. ബീർബൽ കെ കഹനെ കാ ക്യാ മത്ലബ് ഹെ, ബീർബലിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് സമജ് ഗേ, മനസ്സിലായി. ആർക്ക്? ചക്രവർത്തിക്ക്. വേ ഹസ് ദിയെ, അദ്ദേഹം ചിരിച്ചു. തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ, അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ. മേ തോ സോച്താ താ കി തുമേ കൊയ് കുച്ച് നഹീ സിഖാ സക്താ, ഞാൻ വിചാരിച്ചിരുന്നത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. മേ തോ സോച്താ താ, ഞാൻ വിചാരിച്ചിരുന്നത്, കി, എന്തെന്നാൽ, തുമേ, താങ്കളെ, കൊയ്, ആർക്കും, കുച്ച് നഹീ സിഖാ സക്താ, ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബാത്ത് ഇസ്സെ ഉലട്ട് ഹേ ജഹാംപന, പക്ഷേ കാര്യം അതിന്റെ നേരെ വിപരീതമാണ് ചക്രവർത്തി. മേ തോ ഹമേഷാ ഹി സീഖ്താ ഹൂം, ഞാൻ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീർബലിനെ ഉത്തർ ദിയ, ബീർബൽ ഉത്തരം പറഞ്ഞു. ബീർബൽ ഭീഡ് കി ഓർ ബഡേ, ബീർബൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു, അതായത് ആൾക്കൂട്ടത്തിലേക്ക് നടന്നു. एक बूढ़ी महिला का हाथ थामकर उन्हें शाहनशाह के सामने ले आए. एक, ഒരു ബൂഢി മഹിള, ഒരു പ്രായമായ സ്ത്രീ, കാ ഹാത്ത്, അവരുടെ കൈ, ഥാംകർ, പിടിച്ചുകൊണ്ട്, ഉൻഹെ, അദ്ദേഹം, ആര്? ബീർബൽ, ഷാഹൻഷാ കെ സാമനെലേക്ക്, ഷാഹൻഷയുടെ അടുത്തേക്ക്, ചക്രവർത്തിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ജഹാംപന, ചക്രവർത്തി, ഉൻഹോനെ കഹ, അദ്ദേഹം പറഞ്ഞു, യേ മേരെ പെഹലെ ഓർ ശ്രേഷ്ഠ ഗുരുവോ മേ സെ ഹെ, ഇതാണ് എൻ്റെ ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠയായ ഗുരു ആണ്. ഇവരാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുരു, ശ്രേഷ്ഠയായ ഗുരു. അപ്പൊ അതാരായിരിക്കും? അതായത് ഈ പ്രായമായ സ്ത്രീയെ കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പറയുകയാണ്, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ശ്രേഷ്ഠയായ ഗുരു എന്ന്. അപ്പോൾ അത് സ്വന്തം അമ്മയെയാണ് ചക്രവർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൂഢി महिला ने शाहनशाह को सलाम किया. ബൂഢി മഹിള, ആ പ്രായമായ സ്ത്രീ, ഷാഹൻഷാക്കോ, ചക്രവർത്തിയെ വണങ്ങിക്കൊണ്ട്, സലാം കിയ ഓർ കഹ, വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഹുസൂർ പ്രഭു, ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹെ കി സബ് കുച്ച് സീഖ് ജാന സംഭവ് നഹീ ഹെ, ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് അറിയാം, കി, എന്തെന്നാൽ, സബ് കുച്ച്, എല്ലാം, സീഖ് ജാന, പഠിക്കുക എന്നത്, സംഭവ് നഹീ ഹെ, സാധ്യമല്ല, അത് സംഭവ്യമല്ല എന്ന് ഒരു ബുദ്ധിമാനായ വ്യക്തിക്കറിയാം. ലേക്കിൻ സബ്കോ യെ സീഖ്നാ ചാഹിയെ, പക്ഷേ എല്ലാവരും ഇതാണ് പഠിക്കേണ്ടത്, കി, എന്തെന്നാൽ, അച്ഛാ ഇൻസാൻ കൈസെ ബൻ ജാ സക്താ ഹെ, നല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആകുക എന്നാണ് എല്ലാവരും പഠിക്കേണ്ടത് എന്ന് ആ ബൂഢി മഹിള പറഞ്ഞു. ഷാഹൻഷാ बूढ़ी महिला के शब्दों की सादगी से प्रभावित हुए. ഷാഹൻഷാ, ചക്രവർത്തി, ബൂഢി മഹിള കെ,
ആ പ്രായമായ സ്ത്രീയുടെ, ആ വൃദ്ധയുടെ ശബ്ദോക്കി സാദ്ഗീസെ, അവരുടെ ലാളിത്യമേറിയ ആ വാക്കുകളിൽ പ്രഭാവിതനായി. വേ അദ്ദേഹം ഉൻകെ ആകെ അദബ് സെ ഝുകെ, അദ്ദേഹത്തിന്റെ മുന്നിൽ, അവരുടെ മുന്നിൽ, ഉൻകെ ആകെ അവരുടെ, ആ പ്രായമായ സ്ത്രീയുടെ മുമ്പിൽ, അദബ് സെ ഝുകെ ആദരവോടെ ശിരസ് നമിച്ചു. ഓർ എന്നിട്ട്, ഫിർ പിന്നെ, മുടുക്കർ തിരിഞ്ഞുകൊണ്ട് ബീർബൽ സെ കഹ, ബീർബലിനോട് പറഞ്ഞു, തും സച്ച് में ഭാഗ്യശാലി ഹോ जो तुम्हें इतनी समझदार ഗുരു മിലി. താങ്കൾ ഭാഗ്യവാനാണ്, അതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഇത്ര ബുദ്ധിമതിയായ ഒരു ഗുരുവിനെ ലഭിച്ചത്. അപ്പോ ബീർബലിനോട് ചക്രവർത്തി പറയുകയാണ്, തും സച്ച് में ഭാഗ്യശാലി ഹോ, താങ്കൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്. ജോ, അതുകൊണ്ടാണല്ലോ, തുമേ ഇത്തിനി സമജ്ദാർ ഗുരു മിലി, അതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഇത്ര ബുദ്ധിമതിയായ ഒരു ഗുരുവിനെ ലഭിച്ചത്. അപ്പോൾ ഈ ആദ്യത്തെ പേജിലെ ഈ ചോദ്യം ഒന്ന് നോക്കാം. ബഹുത് സി ഐസി ചീസേ ഹെ, അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരെ മേ നഹീ ജാൻത, അതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും അറിയില്ല. ബഹുത് സി ഐസി ചീസേ ഹെ, ധാരാളം അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരെ മേ, അതിനെക്കുറിച്ച് മേ നഹീ ജാൻത, എനിക്ക് അറിയില്ല. ഇസ് കഥൻ സേ, ഈ പറഞ്ഞ ഈ വാക്കുകൾ കൊണ്ട് അക്ബർ കാ കോൻസാ മനോഭാവ് പ്രകട് ഹോതാ ഹെ, അക്ബർ ചക്രവർത്തിയുടെ ഏത് മനോഭാവമാണ് ഈ വരികളിലൂടെ നമുക്ക് പ്രകടമാകുന്നത്? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് അദ്ദേഹം ഒരു ചക്രവർത്തിയാണ് അല്ലെ, എന്നിട്ട് പോലും ബഹുത് സി ഐസി ചീസേ ഹെ, ധാരാളം കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരെ മേ നഹീ ജാൻത, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്രസ്താവന അല്ലെ. അപ്പോ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാദ്ഷാ അക്ബർ കി സാദഗി, ബാദ്ഷാ അക്ബർ ചക്രവർത്തിയുടെ സരളത, സാദ്ഗി, അദ്ദേഹത്തിന്റെ ലാളിത്യം, അതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇസ്മേ ദേഖ്, അതായത് ബാദ്ഷാ അക്ബർ കി സാദഗി ഇസ്മേ ദേഖ് സക്തേ ഹെ, അദ്ദേഹത്തിന്റെ സരളത നമുക്കിതിൽ കാണാനാവും. ബാദ്ഷാ ഹോനെ പർ ഭി, ഒരു ചക്രവർത്തി ആയിരുന്നിട്ടു കൂടി, അദ്ദേഹം വേ കുച്ച് ന കുച്ച് സീഖ്നാ ചാഹത്തെ ഹെ, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാൻ പാനെ കി ആകാംക്ഷ ഹം ഇസ്മേ ദേഖ് സക്തേ ഹെ, ജ്ഞാൻ നേടാനുള്ള, അറിവ് നേടാനുള്ള ഒരു ആകാംക്ഷ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്ര ഒരു രാജാവായിരുന്നിട്ട് കൂടി അദ്ദേഹം വളരെ ലാളിത്യത്തോടു കൂടി തന്റെ മന്ത്രിയോട് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ സരളത, അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അതുപോലെ അടുത്ത ചോദ്യം നോക്കൂ, അടുത്ത പേജിലെ. बीरबल समाज के विभिन्न प्रकार के लोगों को दरबार में बुला लाया, कारण क्या होगा? बीरबल മന്ത്രി ബീർബൽ സമാജ് കെ, സമൂഹത്തിലെ വിഭിന്ന പ്രകാർക്കെ, വിഭിന്ന തരത്തിലുള്ള, വ്യത്യസ്ത തരത്തിലുള്ള ലോകോക്കോ, ആളുകളെ ദർബാർ മേ ബുലാലായ, രാജസദസ്സിൽ വിളിച്ചു കൊണ്ടുവന്നു. കാരൺ ക്യാ ഹോഗ, എന്തായിരിക്കും അതിന്റെ കാരണം? അതായത് എന്താണ് അതിന്റെ കാരണം? ബീർബൽ സമജ്താ ഥാ, ബീർബലിന് അറിയാമായിരുന്നു. കി എന്തെന്നാൽ ഹറേക്ക് വ്യക്തി മേ കുച്ച് ന കുച്ച് ഹുനർ ഹേ, എല്ലാ വ്യക്തികളിലും, ഓരോ വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ബീർബൽ സമജ്താ ഥാ കി ഹറേക്ക് വ്യക്തി മേ കുച്ച് ന കുച്ച് ഹുനർ ഹേ, ബീർബലിന് അറിയാമായിരുന്നു ഓരോ വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെന്ന്. മാനവ് അപ്നെ आसपास से लोगों से कुछ न कुछ सीख सकता है, मानव अपने आसपास के लोगों से कुछ न कुछ सीख सकता है, മനുഷ്യൻ തന്റെ ചുറ്റുപാടിലുള്ള ആളുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ സാധിക്കും. നമുക്ക് എല്ലാവരിൽ നിന്നും പലതും പഠിക്കാനുണ്ട് അല്ലെ. അത് ബീർബലിന് അറിയാം. ബീർബൽ ബാദ്ഷാ അക്ബർക്കു യേ ബാത്തിൽ സംജാനാ ചാഹതാ ഥാ, അതായത് ബീർബൽ
ഈ കാര്യങ്ങൾ ചക്രവർത്തിയെ അറിയിക്കാൻ ഒന്ന് മനസ്സിലാക്കിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചക്രവർത്തിയെ അദ്ദേഹം മനസ്സിലാക്കിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഈ കാര്യം ബീർബൽ ബാദ്ഷായെ ഒന്ന് മനസ്സിലാക്കിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പല ആളുകളെയും, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ അദ്ദേഹം രാജസദസ്സിൽ കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഹമേഷാ ഹി സീഖ്താ ഹൂം, ഇസ്കാ ക്യാ മത്ലബ് ഹെ? എല്ലായ്പ്പോഴും ഞാൻ പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഹമേഷാ ഹി സീഖ്താ ഹൂം, എല്ലായ്പ്പോഴും എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവ കാ ജ്ഞാൻ കഭി സമ്പൂർണ്ണ നഹീ ഹോത്താ, മനുഷ്യന്റെ അറിവുകൾ ഒരിക്കലും സമ്പൂർണ്ണമല്ല. ഹമേഷാ ഉസേ കുച്ച് സീഖ്നെ കോ ബാക്കി രഹതാ ഹൈ, എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്, മനുഷ്യന്, മാനവന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ബാക്കിയുണ്ടാവും. എല്ലാം തികഞ്ഞ ആരുമില്ല. എല്ലായ്പ്പോഴും എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? അപ്പോ ഇത് ഹമേഷാ ഹി സീഖ്താ ഹൂം, ഞാൻ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്കാ മത്ലബ് ഹെ, അതിന്റെ അർത്ഥമാണ് കി മാനവ് മൃത്യു പര്യന്ത് കുച്ച് ന കുച്ച് സീഖ്താ രഹതാ ഹൈ, അല്ലെ? അതായത് ഇസ്കാ മത്ലബ് ഹെ, അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇസ്കാ മത്ലബ് ഹെ കി മാനവ് മൃത്യു പര്യന്ത് കുച്ച് ന കുച്ച് സീഖ്താ രഹതാ ഹൈ, അല്ലെ? അതായത് മനുഷ്യൻ മരണം വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമുക്ക് ഇന്ന് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചെറിയ കുട്ടികളിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. നാം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് എന്നും ജീവിതത്തിൽ, നമ്മുടെ ജീവിതാവസാനം വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ നേടുന്നില്ലേ? അറിവുകൾ നേടുന്നുണ്ട്. അത് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ये बूढ़ी महिला किन किन की प्रतिनिधि हो सकती है? ये बूढ़ी महिला, ഈ പ്രായമായ സ്ത്രീ, ഈ വൃദ്ധ, കിൻ കിൻ കി പ്രതിനിധി ഹോ സക്തി ഹെ, എന്തിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എന്തിൻ്റെയൊക്കെ പ്രതിനിധിയായിരിക്കും ഇവർ? എന്തിൻ്റെയൊക്കെ പ്രതിനിധിയായിരിക്കും ഇവർ? അതായത് ഈ ബൂഢി മഹിള മാതാവോ കി പ്രതിനിധി ഹേ, അമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഈ വൃദ്ധയായ സ്ത്രീയെ ഇവിടെ കാണിക്കുന്നത്. മാതാവോ കി പ്രതിനിധി ഹേ, മാഹി സബ്കി പെഹലി ഓർ ശ്രേഷ്ഠ ഗുരു ഹേ, അമ്മ തന്നെയാണ് എല്ലാവരുടെയും ആദ്യത്തെ ഗുരു, അല്ലെ? അമ്മയാണ് എല്ലാവരുടെയും ആദ്യത്തെ ഗുരു. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതായത് ഒരു അമ്മയുടെ മടിത്തട്ടാണ് കുഞ്ഞിന്റെ ആദ്യ വിദ്യാലയം. മനസ്സിലായില്ലേ? അടുത്ത പേജിലേക്ക് ഒന്ന് നോക്കാം നമുക്ക്. കഹാനിക്കോ ഏകാംഗി കെ രൂപ് മേ ബദൽ കർ ലിഖേ, ഈ കഥയെ ഒരു ഏകാംഗിയായി, ഒരു നാടകത്തിന്റെ രൂപത്തിൽ എഴുതാം. ഒരു നാടകത്തിന്റെ രൂപത്തിലാക്കി ഇതിനെ എഴുതുക, ഈ കഥയെ. ഓക്കെ, പിന്നെ ആ കഥ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഏകാംഗി ആക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നമുക്കിവിടെ നോക്കാം. എന്തൊക്കെയാണത്? കഥയിൽ എന്തൊക്കെ വേണം ഉൾപ്പെടുത്തിയിരിക്കണം? മേരി രചനാമേ, എൻ്റെ ഏകാംഗിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം? എൻ്റെ ഏകാംഗിയിൽ രംഗ്മഞ്ച്, അതായത് സ്റ്റേജ്, അതിനെക്കുറിച്ച് വിവരിക്കണം, അല്ലെ? എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത് എന്ന്. രംഗ് സജ്ജാക്ക വിവരണം, അതായത് സ്റ്റേജ് എങ്ങനെയൊക്കെ സ്റ്റേജിന്റെ വിവരണം. സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് രാജാവ് ഇരിക്കുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അത് തുടങ്ങേണ്ടത്. മനസ്സിലായില്ലേ? അതുപോലെ അടുത്തത് കഥാപാത്രങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കണം. അവരുടെ ആയു, വയസ്സ്, വേഷഭൂഷ, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ചലനങ്ങൾ, അവർ നടക്കുന്നതും, പിന്നെ അതുപോലെ അവരുടെ ഹാവഭാവുക സങ്കേതം, അവരുടെ ഭാവങ്ങളെല്ലാം അതിൽ വ്യക്തമാക്കിയിരിക്കണം.
പിന്നെ അതുപോലെ കഥോപകഥൻ, സംവാദ് പാത്രാനുകൂൽ ഹെ, ഭാഷ സ്വാഭാവിക് ഹെ. അതുപോലെ സംവാദ്, അതിൽ ഉള്ള സംഭാഷണങ്ങൾ പാത്രാനുകൂൽ ഹെ, ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സംഭാഷണങ്ങളായിരിക്കണം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഭാഷ സ്വാഭാവിക് ഹെ, അതിലെ ഭാഷയും അതുപോലെ ഒരു സംസാര ശൈലിയായിരിക്കണം, ഒരു സ്വാഭാവികമായ ഒരു ഭാഷയായിരിക്കണം. അങ്ങനെയെല്ലാം ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ടിക്ക് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലെല്ലാം ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ബോക്സിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇൻ വാക്യോം പർ ധ്യാൻ ദേ. അടുത്തത് നോക്കൂ, ഈ കൊടുത്ത വാചകങ്ങൾ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. എന്താണത്? ഹർ ഷഖ്സ് ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ. ഹർ ഷഖ്സ്, എല്ലാ വ്യക്തികളും, ഓരോ വ്യക്തികളും ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ, താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരാൻ കഴിയും എന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഹരേക് ലോഗ് കുച്ച് ജാൻതാ ഹൈ, എല്ലാ വ്യക്തികളും, ഓരോ വ്യക്തികളും എന്തെങ്കിലുമൊക്കെ അറിയുന്നവരാണ്. പിന്നെ ക്യാ ആപ് ജാൻതേ ഹെ, താങ്കൾക്കറിയാമോ അല്ലേ. അടുത്തത് നോക്കാം, എന്താണ്? മേ ഹർ ചീസ് കോ സീഖ്നാ ചാഹത്താ ഹൂം, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് മേ മാഫി ചാഹത്താ ഹൂം, എന്നോട് പൊറുക്കണം, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഊപ്പർ കെ വാക്യോം കാ വിശ്ലേഷൺ കരേ, മുകളിലെ ആ വാചകങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം രേഖാങ്കിത് അംശോ കെ ആപ്പസി സംബന്ധ പർ ചർച്ച കരേ. അതിൽ രേഖാങ്കിത്, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ചില വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ ആണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണത് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹർ ഷഖ്സ്, ഓരോ വ്യക്തിക്കും. ഇവിടെ ഏകവചനമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷഖ്സ്, ഹർ ഷഖ്സ്, ഓരോ വ്യക്തിക്കും. അപ്പോൾ സിഖാ സക്താ ഹെ, പഠിപ്പിക്കാൻ സാധിക്കും. സക്താ ഹെ എന്നാണ് കൊടുത്തത് അല്ലെ. സക്തി ഹെ എന്നോ സക്തേ ഹെ എന്നൊന്നുമല്ല, സക്താ ഹെ. അപ്പൊ ഇവിടെ പുല്ലിംഗം ഏകവചനം. അതില് എന്താണ്? പുല്ലിംഗം ഏകവചനത്തില് എന്താണ്? സാമാന്യ വർത്തമാനകാലം അല്ലെ. സാമാന്യ വർത്തമാനകാലത്തിലാണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത്. ഇനി നോക്കൂ, ഹരേക്ക് ऐसा, ഹരേക്ക് ऐसा कुछ जानता है. ഹരേക്ക്, ഓരോരുത്തർക്കും എന്താ പറയാ. ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ വാക്യോം പർ ധ്യാൻ ദേ. ഈ സെന്റൻസുകൾ, ഇൻ വാക്യോം പർ ധ്യാൻ ദേ, ഈ താഴെ കൊടുത്ത സെന്റൻസുകൾ നമ്മൾ വായിച്ചു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് നോക്കാം. ആപ്പസി സംബന്ധം എന്താണെന്നാണല്ലോ അറിയേണ്ടത് അല്ലെ. അപ്പോൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ, ആ സെന്റൻസിലുള്ള ബന്ധം എന്താണ്? അപ്പൊ നോക്കാം, ഈ ഷഖ്സ് എന്നതും സക്താഹെ എന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് ഏകവചനമാണ്, പുല്ലിംഗം ഏകവചനമാണ്. അതുകൊണ്ടാണ് ഇവിടെ സക്താഹെ എന്ന് വന്നിട്ടുള്ളത് അല്ലെ. അതുപോലെ ഇവിടെയും ഹരേക്ക് കുച്ച് ജാൻതാ ഹെ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഈ ഹരേക്ക് എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ താഹെ എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അതായത് സാമാന്യ വർത്തമാനകാൽ, പുല്ലിംഗം ഏകവചനമാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാ ആപ് ജാൻതേ ഹെ, താങ്കൾക്കറിയാമോ. ഇവിടെ ആപ്പ് എന്ന് വന്നു, അതുകൊണ്ടാണ് ഇവിടെ ജാൻതേ ഹെ. ഇവിടെ പുല്ലിംഗം ബഹുവചനമായിട്ടാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. കാരണം ആപ്പ്, താങ്കൾ. അപ്പൊ ജാൻതേ ഹെ, ഈ ആപ്പ് എന്ന് വന്നാൽ പിന്നെ എപ്പോഴും ബഹുവചനമായിട്ടേ നമ്മൾ പ്രയോഗിക്കുകയുള്ളൂ. അപ്പൊ ആപ് ജാൻതേ ഹെ, താങ്കൾക്കറിയാമോ. ഇനി അതുപോലെ മേ, ഇവിടെ മേ എന്ന് വന്നു അല്ലെ. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ മേ വരുമ്പോൾ എന്താണ്? ഇവിടെ ചാഹത്താ ഹൂം. അപ്പോൾ ഹൂം എന്നാണ് പ്രയോഗിക്കേണ്ടത്, നമുക്കറിയാം. ഞാൻ എല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. മേ എന്ന് വന്നപ്പോൾ ഇവിടെ ചാഹത്താ ഹൂം എന്ന് വന്നു. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, മേ എന്ന് വന്നപ്പോൾ ഇവിടെ വീണ്ടും മേ മാഫി ചാഹത്താ ഹൂം. അപ്പോൾ ഇവിടെ മേ എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഹൂം എന്ന് വരാൻ കാരണം. താ ഹൂം എന്നും ഇവിടെയൊക്കെ ഇങ്ങനെ വരാൻ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് നോക്കാം. അതൊരു ചെറിയൊരു ചിത്രകഥയാണ്.
ചിത്രകഥയുടെ ഹെഡിങ് തന്നെ എന്താണ്? പോൽ ഖുൽഗയ, രഹസ്യം വെളിവായി. പോൽ ഖുൽഗയ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അതിൻ്റെ അർത്ഥം? രഹസ്യം വെളിവായി. യേ പത്ര മുझे കോൻ പഠിക്കർ സുനായക. ഒരാളൊരു കത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ പത്ര, ഈ കത്ത് മുझे എനിക്ക് കോൻ പഠിക്കർ സുനായക, ആരാണൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരിക. അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ നിൽക്കുന്ന ആൾ, ഷായത് വോ ആദ്മി മേരി മദത് കർ സകേക. അപ്പോൾ ദൂരെ ഒരാൾ ഒരു തലപ്പാവൊക്കെ വെച്ച് ഒരാൾ ദൂരെ നല്ല വസ്ത്രധാരണത്തോടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ്, ഒരു പക്ഷേ ഷായത്, ഒരു പക്ഷേ ഓ ആത്മി, ആ മനുഷ്യൻ മേരി മദത് കർ സകേക, ഒരു പക്ഷേ എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിനാകുമായിരിക്കും, ആ പോകുന്ന വ്യക്തിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തെ അവിടെ അയാളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് ഇത് വായിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? മാഫ് കർണയ, എന്നോട് ക്ഷമിക്കണം, മുझे പഠന नहीं आता, എനിക്ക് വായിക്കാൻ അറിയില്ല, സോറി, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ മറ്റേയാൾ മറുപടി പറയാണ്, തുമ്നെ സർ പർ പഗടി സെ ബാന്ധി ഹെ. ഓ, തലയിലൊരു തലപ്പാവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സോച്ചാക്കി തും വിദ്വാൻ ഹോ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു താങ്കളൊരു പണ്ഡിതനാണെന്ന്. അപ്പോൾ തോ യേ പഗടി തും രഖ്ലോ ഓർ ഖുദ് പഠോ. എന്നാ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യൂ, ഇതാ ഈ തലപ്പാവ് നീ അങ്ങ് വെച്ചോ, എന്നിട്ട് നീ സ്വയം അങ്ങ് പഠിച്ചോ. ഈ തലപ്പാവിനകത്താണ് എല്ലാ പാണ്ഡിത്യവും ഇരിക്കുന്നതെങ്കിൽ എന്നാ നീ ഇത് തലയിൽ വെച്ചോ, എന്നിട്ട് നീ അങ്ങ് പഠിക്കും. പഗടിമേ കോൻസാ പോൽ ഛിപ്പാഥ. ആ പഗടിക്കകത്ത്, ആ തലപ്പാവിനകത്ത് എന്ത് രഹസ്യമാണ് ഒളിച്ചിരുന്നത് എന്നാണ് ഇതിൽ നിന്നും പറയുന്നത്. അതായത് ഒരു രഹസ്യവുമില്ല, ആ പഗടിയിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് ഇയാൾ വിചാരിച്ചു. പഗടിയൊക്കെ വെച്ച് പോയാൽ അയാൾ നല്ലൊരു പണ്ഡിതനാണ് എന്ന് ഇയാൾക്ക് തോന്നി. പക്ഷേ ആ പഗടി വെച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, അല്ലേ? പാണ്ഡിത്യം എന്ന് പറയുന്നത് നമ്മുടെ വേഷവിധാനത്തിലോ നമ്മുടെ അംഗവിക്ഷേപങ്ങളിലൊന്നുമല്ല. പാണ്ഡിത്യം എന്ന് പറയുന്നത് നമ്മുടെ വേഷവിധാനത്തിലും ഒന്നുമല്ല, അല്ലേ? പാണ്ഡിത്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട കാര്യമാണ്, അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ കാർട്ടൂൺ കൊണ്ട്, ഈ ചിത്രകഥ കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ വർക്കുകളെല്ലാം ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.